പ്രതിപക്ഷ നേതാക്കൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ആയുധമാക്കുന്നു, പ്രതിപക്ഷത്തിനെതിരെയുള്ള ആയുധമാക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ഉണ്ട്. ആന്റണി, ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ED അതുപോലെ തന്നെ CBI തുടങ്ങിയ ഏജൻസികളെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഈ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് 14 രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് ഈ CBI ED കേസുകളിൽ അറസ്റ്റിനും അതുപോലെ തന്നെ ജാമ്യത്തിനും റിമാൻഡിനും ഉൾപ്പെടെ ഒരു പൊതുവായ മാർഗരേഖ പുറപ്പെടുവിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 14 രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്നിപ്പോൾ ആ കേസ് പരിഗണിച്ചപ്പോൾ അത് പരിഗണിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ ഹർജി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 2-അംഗ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാൻ കഴിയില്ല, കാരണം ഈ രാഷ്ട്രീയക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായൊരു സംരക്ഷണം അവകാശപ്പെടാനാവില്ല, അല്ലെങ്കിൽ നൽകാനാവില്ല. സാധാരണക്കാരന് ലഭിക്കുന്ന ആ ഒരു അവകാശം മാത്രമേ നൽകാനാവൂ. ഈ കാര്യങ്ങളിൽ മറ്റു തരത്തിലുള്ള ഒരു സംരക്ഷണവും നൽകാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് ഈ ഹർജി തള്ളുകയായിരുന്നു. ഏതായാലും പിന്നാലെ തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഈ ഹർജി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിന് പിന്നാലെയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസ് ഉൾപ്പെടെ CPM, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, സമാജ്വാദി പാർട്ടി അടക്കമുള്ള 14 രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഘട്ടത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയ കോടതി ഒരു കൂട്ടം ഹർജികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം പരാതികളിൽ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. വ്യക്തിപരമായ പരാതികൾ ഉണ്ടെങ്കിൽ വരൂ, അത് സാധാരണക്കാരന് ലഭിക്കുന്ന തരത്തിൽ എങ്ങനെയാണോ അതിന്റെ നിയമവശങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാതെ ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ പുറപ്പെടുവിക്കാൻ സാധ്യമല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു തരത്തിലും രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകമായ ഒരു തരത്തിലുള്ള സംരക്ഷണവും അവകാശപ്പെടാൻ കഴിയില്ല. അവർ സാധാരണ പൗരന്മാർ മാത്രമാണ്. ആ പൗരന്മാർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ സ്വാഭാവികമായും അവർക്ക് ലഭിക്കുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഈ പ്രതിപക്ഷത്തിന്റെ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ED, CBI നടത്തിയ അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥിതിവിവര കണക്കുകൾ വിവരിച്ചുകൊണ്ട് ഇതിനെ സാധൂകരിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും കോടതി അത് തള്ളുകയായിരുന്നു. തുടർന്നാണ് കോടതി ഈ ഹർജി സിംഗ്വി പിൻവലിക്കുകയും ചെയ്തത്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് കേന്ദ്ര സർക്കാർ ഈ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ നിരന്തരമായി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും അതുപോലെ തന്നെ CBIയെയും പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിൽ മനീഷ് സിസോദിയ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു. അത്തരത്തിൽ വലിയ രീതിയിൽ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു. 95% കേസുകൾ ഈ മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 95% കേസുകളും ഈ CBI ED കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്ക് എതിരെയാണ് എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിനെതിരെയുള്ള നീക്കത്തിന് പ്രതിപക്ഷത്തിന് സുപ്രീം കോടതിയിൽ തന്നെ ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഹർജി പരിഗണിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. തീർച്ചയായും അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം പ്രതിപക്ഷ പാർട്ടികൾ സമർപ്പിച്ച ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് സംരക്ഷണം നൽകാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. നേതാക്കൾക്ക് ഒഴിവ് കഴിവുകൾ തേടുന്നുണ്ടോ എന്ന് പ്രതിപക്ഷത്തോട് കോടതി കേന്ദ്ര സർക്കാർ ചോദിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അധികാര ദുർവിനിയോഗം ചെയ്യുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത്. 14 പ്രതിപക്ഷ പാർട്ടികളാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി സമീപിച്ചത്. ഇവിടെയാണ് പ്രതിപക്ഷത്തിന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജിസ് ജോർജ്.